നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഞാൻ രതീഷ് ആർ മേനോൻ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് ഫോൺ ഹാങ് ആവാതിരിക്കാനും ഫോണിൻ്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനും ബാറ്ററി ചാർജിൻ്റെ ഉപയോഗം കുറച്ച് ബാറ്ററി കൂടുതൽ നേരം നിലനിൽക്കുന്നതിനും നിങ്ങൾ ഫോണിൽ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇതുപോലെ വിലപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നതിനും പുതിയ പുതിയ ആപ്ലിക്കേഷനുകളെ കുറിച്ച് വീഡിയോകളായി അറിയുന്നതിനും ഫേസ്ബുക്കിൽ രതീഷ് ആർ മേനോൻ എന്ന എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക. ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിനെക്കുറിച്ച് അത് എങ്ങനെ ചെയ്യണമെന്ന് വീഡിയോയിൽ വിവരിക്കുന്നതും കാണുക. നിങ്ങളുടെ ഫോണിനെ പറ്റി ആദ്യമായി വ്യക്തമായി അറിഞ്ഞിരിക്കണം. അതിന് താങ്ങാവുന്ന ഭാരം മാത്രം നൽകുക. അനാവശ്യമായ അധികം ലോഡ് എടുക്കുന്ന ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങളുടെ ഫോൺ ഹാങ് ആവും. കാരണം നമ്മുടെ ഫോണിൽ വളരെ കുറച്ച് മാത്രമേ റാം ഉണ്ടാവുകയുള്ളൂ. പുതിയ ഫേംവെയർ ലഭ്യമാകുന്നുവെങ്കിൽ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. കഴിവതും ഒഫീഷ്യലായി, അതായത് സാംസങ് ആണെങ്കിൽ സാംസങ് നൽകുന്ന ഫേംവെയർ മാത്രം ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഉപയോഗം കുറഞ്ഞ ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അവ അൺഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുക. ഇനി നമ്മൾ ഡിസേബിൾ ചെയ്തില്ലെങ്കിൽ അവ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് നടത്തുന്നതിനാൽ ഫോൺ പെർഫോമൻസ് കുറയും. ഡിസേബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ അവസാനം വിവരിക്കുന്നുണ്ട്, അത് കാണുക. ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ലഭ്യമായാൽ അപ്ഡേറ്റ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. കാരണം ഓരോ അപ്ഡേറ്റിലും ഉപഭോക്താക്കളുടെ റിവ്യൂ മനസ്സിലാക്കി അവരുടെ ആപ്ലിക്കേഷനുകൾ കൂടുതൽ മികവുറ്റതാക്കാൻ ഡെവലപ്പർമാർ ശ്രമിക്കാറുണ്ട്. അത് ഫോണിന് കൂടുതൽ കാര്യക്ഷമത നൽകും. പക്ഷെ മിക്കവരും ഇപ്പോഴും വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം പഴയ വേർഷനുകളായിരിക്കും ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴും പുതിയത് ലഭ്യമെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും അത് പുതിയത് മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. ചില സെക്യൂരിറ്റി ഇഷ്യൂവിനും അത് പ്രധാനമാണ്. മെമ്മറി കാർഡ് ഉപയോഗിക്കുമ്പോൾ നല്ല സ്പീഡുള്ളത് മാത്രം വാങ്ങി ഉപയോഗിക്കുക. വിലക്കുറവ് നോക്കി വാങ്ങരുത്. മിനിമം ക്ലാസ് 6 മുതൽ ക്ലാസ് 10 വരെയുള്ള കാർഡെങ്കിലും ഉപയോഗിക്കുക. ക്ലാസ് 10 ഒക്കെ സ്വല്പം റേറ്റ് കൂടുതലായിരിക്കും, പക്ഷേ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് വളരെയധികം കൂടുതലായിരിക്കും. കുറച്ച് മാത്രം വിഡ്ജറ്റുകൾ ഉപയോഗിക്കുക. കാരണം വിഡ്ജറ്റുകൾ കാണാൻ ഭംഗി നൽകുന്നെങ്കിലും അവ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. വിഡ്ജറ്റുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആപ്ലിക്കേഷനുകളല്ല. അത് ബാറ്ററി ചാർജ് കൂടുതൽ നേരം നിൽക്കുന്നത് കുറയ്ക്കും. ഫോണിന്റെ പെർഫോമൻസിനെയും ബാധിക്കും. അതുപോലെ ബ്ലൂടൂത്ത്, വൈഫൈ, GPS എന്നിവ ആവശ്യമുള്ള സമയം മാത്രം ഓണാക്കിയിടുക. ലൈവ് വാൾപേപ്പർ കഴിവതും ഒഴിവാക്കുക. കാണാൻ വളരെയധികം ഭംഗി നൽകുന്നതാണ് ലൈവ് വാൾപേപ്പറുകളെങ്കിലും കാര്യമായി ബാറ്ററി ചാർജ് ഊറ്റുന്നവയും CPU, നമ്മുടെ ഫോണിന്റെ പ്രോസസറിന്റെ സ്പീഡ്, ലോഡ് കാര്യമായി ഉപയോഗിക്കുന്നതുമാണ് ലൈവ് വാൾപേപ്പറുകൾ. സിങ്കിങ് നിയന്ത്രിക്കുക. സിങ്കിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഗൂഗിളിലേക്കും മറ്റും നമ്മുടെ വിലപ്പെട്ട വിവരങ്ങൾ അവരുടെ ഓൺലൈൻ സ്റ്റോറേജിലേക്ക് അപ്ലോഡ് ചെയ്യും. പിന്നീട് നമുക്ക് മറ്റൊരു ഫോൺ ഉപയോഗിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നഷ്ടപ്പെടുകയോ ചെയ്യുമ്പോൾ തിരികെ അതിൽ നിന്നും എടുക്കാൻ സാധിക്കുന്നമായ ഒരു സൗകര്യമാണ്. ഞാനത് മുൻപ് വിവരിച്ചിട്ടുണ്ട്. നമ്മുടെ സെറ്റിംഗ്സിൽ അക്കൗണ്ട് എന്നതിൽ സിങ്കിങ് നമുക്ക് നിയന്ത്രിക്കാം. ഓരോ 5 മിനിറ്റ് കഴിയുമ്പോൾ സിങ്കിങ് നടക്കണം എന്നൊക്കെ ആയിരിക്കും അതിൽ സെറ്റിംഗ്സിലുള്ളത്. അത് മാറ്റി മാനുവൽ ആക്കുക. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ സിങ്കിങ് നടക്കും. അത് ഫോൺ പെർഫോമൻസിനെയും ബാധിക്കും. കൂടാതെ നമ്മുടെ നെറ്റിന്റെ ഉപയോഗം, ഡാറ്റ യൂസേജ് കൂട്ടും. അതിനോടൊപ്പം തന്നെ ബാറ്ററിയുടെ ചാർജും കുറയ്ക്കും. അനിമേഷനുകൾ ഓഫ് ചെയ്യുക. ചില ഫോണുകളിൽ ഹോം സ്ക്രീൻ മാറ്റുമ്പോഴും ഒരു ആപ്ലിക്കേഷൻ മറ്റൊരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റുമ്പോഴും എല്ലാം സ്ക്രീൻ ഫെയ്ഡ് ആവുന്നതോ റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയുള്ള അനിമേഷനുകൾ കാണാം. അത്തരം അനിമേഷനുകൾ എല്ലാം ഓഫ് ചെയ്യുക. അതിനായിട്ട് നമ്മൾ സെറ്റിംഗ്സിൽ ഡെവലപ്പർ ഓപ്ഷൻസിൽ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ എന്നെടുക്കുക. അവിടെ അനിമേഷനുകൾ ഓഫ് ചെയ്യാം. ഇനി ഡെവലപ്പർ ഓപ്ഷൻ കിട്ടുന്നില്ല എങ്കിൽ ബിൽഡ് നമ്പർ എന്നതിൽ 5 പ്രാവശ്യം തുടർച്ചയായിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ എന്ന മെനു ഓപ്പൺ ആകും. ഇനി കഴിവതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജങ്ക് ഫയലുകൾ അല്ലെങ്കിൽ ടെമ്പററി ഫയലുകൾ ക്ലീൻ ചെയ്യാൻ കഴിയുന്ന ക്ലീൻ മാസ്റ്റർ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച് അനാവശ്യ ഫയലുകൾ ക്ലീൻ ചെയ്യുക. അത് പെർഫോമൻസ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം കൂടുതൽ ഡിസ്ക് സ്പേസും നൽകുന്നു. ഇനി നമുക്ക് ഈ വീഡിയോയിൽ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് കാണാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഏറ്റവും ചെറിയ ഒരു സെറ്റിംഗ്സ് നോക്കാം. നമ്മുടെ ഫോണിൻ്റെ ഹോം കീ എന്ന് പറയുമ്പോൾ ഇവിടെ സെൻറ്ററിലായി കാണുന്ന കീ, ഇത് അമർത്തിപ്പിടിക്കുക. ഇത് അമർത്തിപ്പിടിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കിയിട്ട് അത് ക്ലോസ് ചെയ്യാതെ മിനിമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവ കാണാൻ സാധിക്കും. ഓരോ ആപ്ലിക്കേഷനും ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്താൽ ആ വർക്ക് ചെയ്യുന്നതിന് നിങ്ങളുടെ റാമിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സ്ലോ ആയിട്ട് അനുഭവപ്പെടും. ഈ കാണുന്ന ആപ്ലിക്കേഷനുകൾ ഓരോന്നും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതുമല്ലെങ്കിൽ കുറേ അധികം ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഈ കാണുന്ന ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് എല്ലാം കൂടി ഒറ്റ ക്ലിക്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ മെമ്മറി കുറച്ച് ഫ്രീ ആക്കാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്
സെറ്റിംഗ്സിൽ നമ്മുടെ സ്റ്റോറേജ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ സ്റ്റോറേജ് എന്നതിൽ ക്യാഷ് ഡാറ്റ എന്ന് കാണിക്കും. ഇത് നമ്മുടെ ഫോൺ ഓരോ ആപ്ലിക്കേഷനുകൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ടെമ്പററി ഫയലുകളാണ്. ഇത് നമുക്കിവിടെ ക്ലീൻ ചെയ്യാം. ഇത് ക്ലീൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് സ്പേസ് ഫ്രീ ആയി ലഭിക്കുന്നു. ഒപ്പം തന്നെ നമ്മുടെ മൊബൈലിൻ്റെ പെർഫോമൻസിനും ഇത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വെറുതെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. നമുക്ക് ആ ക്യാഷ് ഡാറ്റ എന്നത് ക്ലിയർ ആകുന്നു. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ മൊബൈൽ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഫ്ലിപ്കാർട്ട്, ഗൂഗിൾ പ്ലസ്, ഗൂഗിൾ പ്ലേ മൂവീസ്, അങ്ങനെ കുറേ അധികം ആപ്ലിക്കേഷനുകളുണ്ടാവും. സത്യത്തിൽ നമ്മളതൊന്നും ഉപയോഗിക്കാറുകൂടി ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഗൂഗിൾ പ്ലസ് നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. എല്ലാവരും ഫേസ്ബുക്കും വാട്സാപ്പും മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത്തരം ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനത്തിനും നമ്മുടെ ഫോണിൽ നിന്നുമുള്ള മെമ്മറി ഉപയോഗിക്കുന്നു. അതുപോലെ നമ്മൾ ഗൂഗിൾ പ്ലസ് പോലുള്ള ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ അവ വർക്ക് ചെയ്യുന്നതിന്, പ്രത്യേകിച്ചും അവ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുകയും നമ്മുടെ ഫോണിൻ്റെ റാമിൻ്റെ മെമ്മറി ഒരു നിശ്ചിത പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നു. നമുക്ക് അത്തരം ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം റൂട്ട് ചെയ്തവയിൽ മാത്രമേ അത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. റൂട്ട് ചെയ്താൽ നിങ്ങളുടെ ഫോണിൻ്റെ വാറണ്ടി പോകും. പക്ഷേ നമുക്ക് അവ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഡിസേബിൾ ചെയ്യാം. അത് എങ്ങനെയെന്ന് നോക്കാം. നമ്മളുടെ ആപ്ലിക്കേഷൻ മാനേജറിൽ ഗൂഗിൾ പ്ലസ് ആണ് ഡിസേബിൾ ചെയ്യേണ്ടതെങ്കിൽ ഗൂഗിൾ പ്ലസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡിസേബിൾ എന്ന ഓപ്ഷൻ ഉണ്ട്. ഡിസേബിൾ കൊടുക്കുക, ഓക്കെ കൊടുക്കുക, തുടർന്ന് ഫോഴ്സ് സ്റ്റോപ്പ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത്രയും ചെയ്താൽ ആ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മെനുവിൽ ലഭ്യമായിരിക്കുകയില്ല. തുടർന്ന് അത് ഡിസേബിൾഡ് എന്ന സെക്ഷനിലായിരിക്കും കാണാൻ സാധിക്കുക. നോക്കുക, എൻ്റെ സാംസങ് ഫോണിൽ ഞാൻ ധാരാളം ആപ്ലിക്കേഷനുകൾ ഇതുപോലെ ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ആപ്ലിക്കേഷൻ എല്ലാം വർക്ക് ചെയ്യുന്നതിന് റാമിൻ്റെ ഒരു ഭാഗം ഉപയോഗിക്കുന്നു. അത് നമ്മുടെ ഫോൺ ഹാങ് ആവുന്നതിന് കാരണമാകുന്നു. ഒപ്പം നമുക്ക് ഇവയെല്ലാം ഡിസേബിൾ ചെയ്യുമ്പോൾ കുറച്ച് സ്പേസും ലാഭിക്കുന്നു. കാരണം ഈ ആപ്ലിക്കേഷനുകൾ കമ്പനി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഏറ്റവും പഴയ വെർഷനിലായിരിക്കും. എന്നാൽ അപ്ഡേറ്റ് ലഭ്യമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ 5 MB കാണിക്കുന്നത് ഏകദേശം 50 MB എല്ലാം ഉണ്ടാവും. അങ്ങനെ നിങ്ങളുടെ കുറേ അധികം സ്പേസ് പോകുന്നു. നമുക്ക് ഇത്തരം ആപ്ലിക്കേഷൻ ഇതുപോലെ ഡിസേബിൾ ചെയ്താലും നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസ് സ്വല്പം വർദ്ധിപ്പിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ അവ അൺഇൻസ്റ്റാൾ ചെയ്യുക. പലരും ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാൽ പിന്നീട് അൺഇൻസ്റ്റാൾ ചെയ്യാറില്ല. ഒരു നിശ്ചയ പരിധിക്ക് അപ്പുറം ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ആയി കിടന്നാലും നമുക്ക് ഫോൺ ഹാങ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫോണിൻ്റെ കോണ്ടാക്റ്റുകൾ, കാരണം ഒരു 10-500 കോണ്ടാക്റ്റിന് അപ്പുറമെല്ലാം നമ്മുടെ ഫോൺ ബുക്കിൽ സേവ് ചെയ്തിട്ടാലും ഫോൺ ഹാങ് ആവും. അതുപോലെ വാട്സാപ്പിലും കൂടുതൽ മീഡിയ ഫയലുകൾ, അതായത് നമ്മുടെ വാട്സാപ്പ് കൂട്ടുകാരൊക്കെ അയക്കുന്ന വീഡിയോകൾ, ചിത്രങ്ങൾ എന്നിവ കൂടുതൽ ഉണ്ടെങ്കിൽ അത് ഓപ്ഷൻസിൽ നിന്നും ക്ലിയർ കോൺവെർസേഷൻ കൊടുത്ത് ക്ലിയർ ചെയ്യുന്നതും നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസിന് വളരെ നല്ലതാണ്. തീർച്ചയായും കൂട്ടുകാർക്ക് ഈ അറിവുകൾ ഉപകാരപ്രദമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്നേഹപൂർവ്വം രതീഷ് ആർ മേനോൻ.